നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റെ കാര്യത്തിൽ നിന്നാണ്. ആ പേഷ്യൻറ്റിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. എൻ്റെ ഫോളോ അപ്പിൽ തന്നെ ഉള്ളൊരു പേഷ്യൻ്റാണ്. ഒരു 5-6 കൊല്ലത്തോളമായി ഫോളോ അപ്പിലാണ്. പേഷ്യൻ്റെ അസുഖം വലിയ കുഴപ്പമില്ല. പക്ഷേ ചികിത്സ തുടങ്ങിയ 2005 തുടങ്ങിയ അസുഖം നമ്മുടെ വന്നത് തന്നെ 2016-17 അപ്പോൾ ഒരു 10-12 കൊല്ലം കൊണ്ട് മുട്ടിന് തേയ്മാനം സംഭവിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ടിന് തേയ്മാനം സംഭവിച്ചുകൊണ്ട് മുട്ടിന് ചെറിയ വേദനയുണ്ട്, പടി കയറുമ്പോൾ ചെറിയ വേദനയുണ്ട്, അല്ല വലിയ സിംറ്റം ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം വന്നു, പേഷ്യൻ്റ് ഇങ്ങനെ വന്നു. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നമ്മൾ കോളേജിൽ ഒരുമിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്, പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസറായിട്ടോ, ഒരു കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ഒരുമിച്ച് പഠിപ്പിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ലേഡിയാണ്. അപ്പോൾ എൻ്റെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടുണ്ട് ഡോക്ടർ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് മീറ്റിങ്ങിന് പോയി റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടല്ലോ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പഴയ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവർക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അവർക്ക് മെത്തോട്രെക്സേറ്റ് കഴിച്ചപ്പോൾ എല്ലാ അസുഖവും മാറി. അപ്പോൾ പെട്ടെന്ന് അസുഖമൊക്കെ മാറി. അപ്പോൾ ഞാനും അതെടുത്ത് കഴിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം മെത്തോട്രെക്സേറ്റ് കഴിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങ് വ്യത്യാസം വന്നു. എനിക്കാണ് ചെറിയ മുട്ടിൻ്റെ വേദനയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും പോയിട്ട് ചെറിയ വേദന ഉണ്ട്, പടി കയറുമ്പോഴാണ്, വലിയ വേദനയൊന്നുമില്ല, പക്ഷേ ഇവർ കുറച്ച് തടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പലരും പറയുന്ന കാര്യമാണ്, എൻ്റെ ഒരു റിലേറ്റീവിന് വേറൊരു മരുന്ന് കഴിച്ചപ്പോൾ അത് പെട്ടെന്ന് അസുഖം മാറി, ഇത് ശേഷം മാറി, ഞാനും അത് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഇവരോട് ഈ അമ്മയോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയ്ക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുട്ടിന് തേയ്മാനമാണ്. മുട്ടിന് തേയ്മാനം നമ്മൾ മെത്തോട്രെക്സേറ്റ് കഴിച്ചാൽ കുറയാൻ പോകുന്നില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് വണ്ണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം. അതിനേക്കാൾ ഉപരി 10-12 വർഷം അസുഖം കൊണ്ട് നടന്നുകൊണ്ടാണ് മുട്ടിന് ചെറിയ തേയ്മാനം വന്നത്. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ചാൽ ഏത് മരുന്നാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറും. ഇപ്പോൾ അവരുടെ അസുഖത്തിൽ നമുക്കറിയാം, ഏത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ SLE ആണെങ്കിലും നമുക്കെല്ലാം നീർക്കെട്ട് വരുന്ന അസുഖത്തിൽ നീർക്കെട്ട് കാരണമുള്ള വേദന കാണും, നീർക്കെട്ട് അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് തേയ്മാനം കൊണ്ടുള്ള വേദന കാണും. ഈ തേയ്മാനം കൊണ്ടുള്ള വേദന ഒരിക്കലും മരുന്ന് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ മാറില്ല. അതിന് എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞ കാര്യം, ഇവരോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. അത് ഇൻഫ്ലമേഷനാണോ, നീർക്കെട്ടാണെങ്കിൽ നീർക്കെട്ട് എത്രയുണ്ട്, ESR എത്രയുണ്ട്, എത്ര ജോയിൻസിൽ നീർക്കെട്ടുണ്ട്, എത്ര തേയ്മാനം വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മളവിടെ ചികിത്സ തീരുമാനിക്കുന്നത്. അതുകൂടാതെ പലർക്കും പലതരത്തിലുള്ള കോമോർബിഡിറ്റീസ് കാണും. ചിലർക്ക് ഡയബറ്റീസ് കാണും, ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ കാണും, ചിലർക്ക് ലിവറിന് പ്രശ്നം കാണും, ചിലർക്ക് കിഡ്നിക്ക് പ്രശ്നം കാണും, ചിലർക്ക് ഫാറ്റി ലിവർ കാണും, ചിലർക്ക് കണ്ണിന് കാഴ്ചക്കുറവ് കാണും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു രോഗിക്ക് ഏത് ചികിത്സ വേണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മെത്തോട്രെക്സേറ്റ് കഴിച്ച് ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് അസുഖം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കത് സ്യൂട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ലേഡി, ഈ മാഡം, ഈ പ്രൊഫസർ, കോളേജ് ലെക്ചറർ, അവർ മരുന്ന് വീട്ടിലാക്കി മേടിച്ച് വെച്ചു. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് എന്താണ്? മെത്തോട്രെക്സേറ്റ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പിന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആയി. ഷീ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് ലേഡി. ചിലപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ഒരു വീട്ടിൽ തന്നെ 2 പേർക്ക് അസുഖമുണ്ട്, ഹസ്ബൻഡിനും വൈഫും അസുഖം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അസുഖം ആ ഗുളിക കഴിച്ചപ്പോൾ കുറഞ്ഞു, എനിക്ക് കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ഗുളിക എടുത്ത് വൈഫ് കഴിയും. ചിലപ്പോൾ ഹസ്ബൻഡിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കും, വൈഫിന് ഫൈബ്രോമയാൽജിയ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതുകൊണ്ട് വേദനയാണ് കോമൺ സിംറ്റം എങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ഡയഗ്നോസ് വേറെ ആയിരിക്കും, നിങ്ങൾക്കുള്ള പ്രശ്നം വേറെ ആയിരിക്കും. പെയിൻ എന്നുള്ള സിംറ്റത്തിന് പലതരത്തിൽ കൊണ്ട് വേദന വരാം. ചിലർക്ക് നീർക്കെട്ട് കൊണ്ട് വരാം, തേയ്മാനം കൊണ്ട് വരാം, പേശികൾക്ക് നീർക്കെട്ടുള്ളതുകൊണ്ട് വരാം, അല്ലെങ്കിൽ എല്ലിന് നീർക്കെട്ടുള്ളതുകൊണ്ട് വരാം, ജോയിൻറ്റിൽ നീർക്കെട്ടുള്ളതുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ പലപ്പോഴും ന്യൂറോപ്പതി കാരണം വേദന വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വേദനയ്ക്കും ഒരു മരുന്നല്ല. ഓരോ മരുന്നിനും ഓരോ പേഷ്യൻറ്റിനും ഓരോ തരത്തിൽ നോക്കിയിട്ടാണ് മരുന്ന് കഴിക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് വേദന കുറഞ്ഞു, അതുകൊണ്ട് അതേ മരുന്ന് ഞാൻ എടുത്ത് കഴിക്കാനുള്ള മണ്ടത്തരം ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കുക. അങ്ങനെ എന്തെങ്കിലും തോന്നുവാണ് ഡോക്ടറോട് പറയുക, ഡോക്ടർ ഇങ്ങനെ ഒരു പുതിയ മരുന്നുണ്ട്, ഇങ്ങനെ ഒരു മരുന്നുണ്ട്, അത് എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം, എന്തുകൊണ്ടാണ് എനിക്കത് തരാത്തത്? ലെറ്റ് us ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പലതിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ കിട്ടും. ഏത് മരുന്നുകളാണ്, ഇപ്പോൾ കേരളമാണെങ്കിൽ നമുക്ക് എന്ത് പുതിയ മരുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് വളരെ അവഗാഹത്തിൽ പഠിക്കുകയും പുതിയ എങ്ങനെയാണ് അത് ക്ലിനിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമുക്ക് ഇത്തരം സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും. നമ്മുടെ എല്ലാ ദിവസവും മോർണിംഗിൽ നിങ്ങൾക്ക് കാണാം, നമ്മളെല്ലാം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് നമുക്ക് ഡിസ്കഷൻസ് ഉണ്ട്. ടീച്ചിങ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ DNBs അതുപോലെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എല്ലാം ആയിട്ട് ഡിസ്കഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും മോർണിംഗിൽ നമുക്ക് അക്കാഡമിക് ഷെഡ്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് എല്ലാവരും തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. ഏറ്റവും വേൾഡിൽ എവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് ഒരു അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ഗവേഷണവും അതിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പണായി ഡിസ്കസ് ചെയ്യുക, ഒരിക്കലും സ്വയം ഒരു തീരുമാനം എടുക്കാതിരിക്കുക.